ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഇന്നിപ്പോൾ എറണാകുളം ടൗണിലാണ് ഉള്ളത്. അപ്പോൾ ടൗണിൽ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ടാക്സി ഓടിക്കുന്ന പരിപാടിയായിട്ട് എറണാകുളം ടൗണിലാണ് ഉള്ളത്. അപ്പോൾ ടൗണിൽ വന്നപ്പോൾ ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, MG റോഡ് സൈഡിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിക്കാൻ നമ്മൾ പാർക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് വന്നിട്ട് പോലീസുകാർ പറയണം ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ടാക്സിക്കാർ എന്ത് ചെയ്യും? ഈ ഓൺലൈൻ ടാക്സിക്കാർ, അവർക്ക് പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ അവരെ ഓട്ടം വന്ന് ഇനിയിപ്പോൾ അഞ്ഞ് പാർക്ക് ചെയ്യാൻ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറം പോണതിന് ഇവരാരെയും പൈസ തരുമോ നമുക്ക്? ഈ മാതിരി പരിപാടിയാണ് ഇവിടെ എറണാകുളം ടൗണിൽ നടക്കുന്നത്, ഈ പോലീസുകാർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇവർ ഈ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒറ്റ നിയമം പാലിച്ചാൽ മതി. ഇവിടെ ഹോട്ടലുകൾ തുടങ്ങുന്നതിനും റോഡ് സൈഡിൽ ഹോട്ടലുകൾ തുടങ്ങുന്നതിനും ഇരുത്തി ഭക്ഷണം കഴിക്കുന്നതിനും ടേബിൾ അനുസരിച്ച് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. അതുപോലെ ടെക്സ്റ്റൈൽസും ചെരുപ്പ് കടയും തുടങ്ങുന്നതിന് അവിടെ കറക്റ്റായിട്ട് പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കരുത്. അവരുടെ ഹോട്ടലുകൾക്കും ഇതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ അനുമതി കൊടുക്കരുത്. അല്ലെങ്കിൽ അവിടെ ഫുഡ് ഡെലിവറി മാത്രമേ ആയിരിക്കണം, ഹോട്ടലുകളായാലും എന്ത് സാധനമായിരിക്കും. അപ്പോൾ ഇതൊന്നും നിയമമല്ല, ഇതൊന്നും ഇവിടെ നിയമമാക്കാനും ആൾക്കാരില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ കെട്ടിടങ്ങളൊക്കെ പണിത് വേണത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിനോട് ചേർന്ന 3 മീറ്ററോ 5 മീറ്ററോ ഒരു ഇതും പാലിക്കാനാണ് പുതിയ പുതിയ ബിൽഡിങ്. മെഡിക്കൽ ടെസ്റ്റിന്റെ ബിൽഡിംഗ് ഒക്കെ വന്നാണ്, നിങ്ങൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മാനദണ്ഡവും പാലിക്കാനാണ് ആ ബിൽഡിംഗ് ഒക്കെ പണിത് വെച്ചാണ്. കാരണം പറഞ്ഞ 5 മീറ്റർ മെയിൻ റോഡിൽ നിന്ന് തള്ളണമെന്നുള്ള ഒരു രീതി ഇതുണ്ട്, നിയമമുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ആ ബിൽഡിംഗ് ഒക്കെ പണിത് വെച്ചാണ്. ഈ നിയമങ്ങളൊന്നും നോക്കാതെ മറ്റുള്ള സാധാരണക്കാരുടെ മേത്തേക്ക് കുതിര കയറുന്ന ഈ വക ഇടപാടുണ്ടല്ലോ, അതാണ് പറയുന്നത്. എന്താ പറയാ, പോക്കിരിത്തരം എന്ന് പറയുക സാധനത്തിന്. സാധാരണക്കാരുടെ മേത്തേക്ക് കുതിര കയറുന്ന ഈ പരിപാടിക്ക് പോക്കിരുതെന്ന് പറയും, പോക്കിരിത്തരം അങ്ങനെ തന്നെ പറയും. കാരണം എന്താ പറയുമോ, ഈ വണ്ടിക്കാരെ, ഈ ഓൺലൈൻ ടാക്സിക്കാരെ എവിടെ കൊണ്ട് ഒതുക്കും വണ്ടി? മനസ്സിലായില്ലേ? ഇപ്പൊ MG റോഡിന്റെ അവിടെ ഒരു ഓട്ടം വന്നു, അവിടുന്ന് വണ്ടി എടുത്ത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറം പോയി ഒതുക്കാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ ഒക്കെ ചെലവ് ആര് വഹിക്കും? ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഇവര് ചെയ്യുന്നില്ല. ഏത് ഈ സർക്കാർ എന്തിനും ചെയ്യുന്നില്ല, സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഇവര് ഈ പറയുന്ന നിയമം നമുക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെ കിടന്നാലോ ഇവന്മാര് അവിടെ നിർത്തുണ്ടോ ഇവിടെ നിർത്തുണ്ടോ? അതിനാണെങ്കിൽ ഇവര് ഈ നിയമം കർശനമാക്കട്ടെ. ഇവിടെ ഉള്ള എല്ലാ ഹോട്ടലുകളും നിർത്തിക്കട്ടെ. അവിടെ ഇത് കൊടുക്കണ്ട, ഇരുത്തി ഇത് കൊടുക്കണ്ട. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രം കൊടുത്താൽ മതി. ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന എല്ലാ ഹോട്ടലുകൾക്കും പാർക്കിംഗ് ഏരിയ വേണമെന്നുള്ള നിർബന്ധമാണ്. അത് ആദ്യം ഇവിടെ പാലിക്കട്ടെ. അതുപോലെ ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് കടകള്, അതുപോലുള്ള കാര്യങ്ങൾ അവിടെ പാർക്കിംഗ് സ്പേസ് വേണം. പാർക്കിംഗ് സ്പേസ് ഇല്ലാത്ത എല്ലാ സ്ഥാപനവും അടച്ചു കൂട്ടണം. എന്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവരെ കൂതി പറിക്കും. ഓരോരോ നിയമങ്ങള്, സാധാരണക്കാർക്കുള്ള നിയമം, ഇല്ലാത്തവർക്ക് വേറെ നിയമം. എന്തിടപാടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?